അല്പം മാറി നിന്നാൽ എനിക്കും നിൽക്കാം. കുത്തി നിറഞ്ഞ മലബാർ എക്സ്പ്രസ് ഷൊർണൂർ അടുക്കുന്നു. ഞാൻ അയാൾക്ക് വേണ്ടി അല്പം മാറി നിന്നു. എങ്ങോട്ടാ? അയാൾ ചോദിച്ചു. കോട്ടയം, ഞാൻ പറഞ്ഞു. ഞാൻ കൊല്ലത്തേക്കാ. അയാൾ തൻ്റെ ബാഗ് ഒരുവിധം കയറ്റി വെച്ചു. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പൊട്ടിച്ചു എനിക്കും നീട്ടി. ഞാൻ പറഞ്ഞു വേണ്ട. പിന്നെ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ മകൻ അപ്പു 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നാളെ ക്രിസ്മസ് അല്ലേ, അവധിയെടുത്തു. എൻ്റെ ഭാര്യ 3 വർഷം മുമ്പ് മരിച്ചുപോയി. അവനെ അമ്മുമ്മയുടെ കൂടെ നിർത്തിയാണ് ഞാൻ പണിക്ക് പോകുന്നത്. വലിയ ആഘോഷമൊന്നുമില്ല. അവന് ഒരു കേക്ക് വാങ്ങിക്കൊടുക്കണം, ഉടുപ്പും വാങ്ങണം. അപ്പു, ഞാൻ അവനെ സങ്കല്പിച്ചു. തിരക്കിൽ അങ്ങനെ നിന്നു. അയാൾ ഇടയ്ക്ക് പാട്ടുപാടി, പിന്നെ മിണ്ടാതെ നിന്നു. ഇടയ്ക്ക് അയാൾ കരയുവാണെന്ന് തോന്നി. ഞാൻ അയാളെ തോണ്ടി വിളിച്ചു. എന്താ? ഒന്നുമില്ല, ജീവിതമല്ലേ, വെറുതെ കുറെ കാര്യങ്ങൾ. ഓർത്തുപോയി. വണ്ടി കോട്ടയം അടുത്തപ്പോൾ ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അയാളുടെ തോളിൽ തട്ടി പറഞ്ഞു, അപ്പുവിന് ഞാൻ എന്താ തന്നുവിടേണ്ടത്? ഒന്നും വേണ്ട. കൊല്ലത്ത് വല്ലതും വരുമ്പോൾ ഈ അഡ്രസ്സിൽ അവനെ തേടി പോകുക. തീർച്ചയായും. ഞാൻ ഇറങ്ങി. ദൈവം പിറവി കൊള്ളുന്ന മഞ്ഞിൽ ഞാൻ പതുക്കെ നടന്നു. അല്പം മാറി നിന്നാൽ എനിക്കും നിൽക്കാം. കുത്തി നിറഞ്ഞ മലബാർ എക്സ്പ്രസ് ഷൊർണൂർ അടുക്കുന്നു. ഞാൻ അയാൾക്ക് വേണ്ടി അല്പം മാറി നിന്നു. എങ്ങോട്ടാ? അയാൾ ചോദിച്ചു. കോട്ടയം, ഞാൻ പറഞ്ഞു. ഞാൻ കൊല്ലത്തേക്കാ. അയാൾ തൻ്റെ ബാഗ് ഒരുവിധം കയറ്റി വെച്ചു. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പൊട്ടിച്ചു എനിക്കും നീട്ടി. ഞാൻ പറഞ്ഞു വേണ്ട. പിന്നെ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ മകൻ അപ്പു 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നാളെ ക്രിസ്മസ് അല്ലേ, അവധിയെടുത്തു. എൻ്റെ ഭാര്യ 3 വർഷം മുമ്പ് മരിച്ചുപോയി. അവനെ അമ്മുമ്മയുടെ കൂടെ നിർത്തിയാണ് ഞാൻ പണിക്ക് പോകുന്നത്. വലിയ ആഘോഷമൊന്നുമില്ല. അവന് ഒരു കേക്ക് വാങ്ങിക്കൊടുക്കണം, ഉടുപ്പും വാങ്ങണം. അപ്പു, ഞാൻ അവനെ സങ്കല്പിച്ചു. തിരക്കിൽ അങ്ങനെ നിന്നു. അയാൾ ഇടയ്ക്ക് പാട്ടുപാടി, പിന്നെ മിണ്ടാതെ നിന്നു. ഇടയ്ക്ക് അയാൾ കരയുവാണെന്ന് തോന്നി. ഞാൻ അയാളെ തോണ്ടി വിളിച്ചു. എന്താ? ഒന്നുമില്ല, ജീവിതമല്ലേ, വെറുതെ കുറെ കാര്യങ്ങൾ. ഓർത്തുപോയി. വണ്ടി കോട്ടയം അടുത്തപ്പോൾ ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അയാളുടെ തോളിൽ തട്ടി പറഞ്ഞു, അപ്പുവിന് ഞാൻ എന്താ തന്നുവിടേണ്ടത്? ഒന്നും വേണ്ട. കൊല്ലത്ത് വല്ലതും വരുമ്പോൾ ഈ അഡ്രസ്സിൽ അവനെ തേടി പോകുക. തീർച്ചയായും. ഞാൻ ഇറങ്ങി. ദൈവം പിറവി കൊള്ളുന്ന മഞ്ഞിൽ ഞാൻ പതുക്കെ നടന്നു.